ഈ പേരിടൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേകപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ പേരിടൽ ഒരു സംസ്കാരം തന്നെയാണ്. ഈ നാമകരണം എന്ന് പറഞ്ഞിട്ടൊരു 16 സംസ്കാര ക്രിയകളിൽ 5ാമതായിട്ട് വരുന്ന എന്തോ ആണ് ഈ പേരിടൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലും മുസ്ലിങ്ങൾക്കും ഒക്കെ അവരുടേതായ രീതിയിൽ ഈ പേരിടൽ കർമ്മങ്ങളൊക്കെ ഉണ്ട്. പേര് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കൂടി നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിനെ കൂടി വ്യക്തമാക്കുന്ന ഒരു സാധനമായിരിക്കണം. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം പേരിടൽ നടത്തേണ്ടത് എന്ന് നമുക്ക് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ തന്നെ പരിചയത്തിലുള്ള പല ആളുകളുടെയും പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പേരുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സ്വഭാവ സവിശേഷത ആ വ്യക്തിക്കും ഉണ്ടാകും. നമ്മൾ നോക്കിയാൽ മതി, പരിചയത്തിലുള്ള ആരെങ്കിലും ഒരാളുടെ പേരുകൾ, ആ പേര് എന്തിനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്വഭാവ ക്വാളിറ്റി അയാൾക്കും ഉണ്ടാവും. ഇപ്പോൾ മുൻ ISRO ചെയർമാനായിട്ടുള്ള സോമനാഥ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ലോർഡ് ഓഫ് മൂൺ എന്നാണ്, ചന്ദ്രൻ്റെ അധിപൻ എന്നാണ്. ഈ ISROയിൽ ഇയാൾ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ വലിയ രീതിയിൽ ചന്ദ്രയാൻ 3 ആദ്യമായിട്ട് ചന്ദ്രനിലെ ലൂണാർ സൗത്ത് പോളിൽ നിക്ഷേപിച്ചത്, പേടകം. ഈ ISROൻ്റെ ചെയർമാനായിട്ട് സോമനാഥ് ഇരിക്കുന്ന സമയത്താണ്. അതുപോലെ പ്രഗ്യാനന്ദ എന്ന് പറയുന്ന ചെസ് ചാമ്പ്യൻ, ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ ചെസ്സിൽ വലിയ വിജയങ്ങൾ നേടിയ ഒരു കുട്ടിയാണ് പ്രഗ്യാനന്ദൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തോ ബുദ്ധിയുടെ ഇൻ്റലക്ച്വൽ പരമായിട്ട് എന്തോ ഭയങ്കര സംഭവമാണ്. അങ്ങനെയാണ് ഈ പ്രഗ്യാനന്ദ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാക്കും ഒരു വ്യക്തിയുടെ സ്വഭാവവും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവും എന്നുള്ള കാര്യം.